नमस्ते बच्चे, सभी को स्वागत है സ്റ്റഡി ടേബിൾ में। ഇന്ന് ഞാൻ എടുക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പൊട്ടിയ ചക്രം. ടൂട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിയ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഈ കവിതയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് ഈ കവിത. ഈ കവിതയിൽ എന്താ പറയുന്നത്? ശ്രീ ധർമ്മവീര ഭാരതിയുടെ ഒരു കവിതാംശമാണ് നമ്മുടെ ടൂട്ടാ പഹിയ. ഇതിന് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒരു പൊട്ടിയ ചക്രത്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ മൊത്തത്തിൽ പറയുന്നത് അല്ലേ. ഇവിടെ പൊട്ടിയ ചക്രകഷ്ണം ജീവിത സംഘർഷത്തിൽ പലപ്പോഴും ബലിയർപ്പിക്കപ്പെടുന്ന മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകമാണ് അല്ലേ. ജീവിതത്തിൽ മനുഷ്യരുടെ മൂല്യം തകർന്നു പോകുന്ന അവസ്ഥകൾ അവിടെ കാണിക്കുന്ന ആ ഒരു ഇതാണെന്ത്, അതിൻ്റെ പ്രതീകമാണെന്ത്? ടൂട്ടാ പഹിയ അല്ലേ. പൊട്ടിയ ചക്രകഷ്ണം സ്വയം ഈ കവിതയിൽ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ രഥത്തിൻ്റെ അടർന്നു പോയ ഒരു കഷണമാണ് അല്ലേ. അങ്ങനെയാണ് പൊട്ടിയ ചക്രം ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഉപയോഗശൂന്യമെന്ന് കരുതി എന്നെ വലിച്ചെറിയരുത്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. ഈ ലോകത്ത് ചതിയും വഞ്ചനയുമാണ് നടക്കുന്നത് അല്ലേ. ഈ നമ്മുടെ ലോകത്ത് പണ്ട് കാലം തൊട്ടേ ഇപ്പോഴും എല്ലാ കാലവും നമ്മൾ എന്താ കാണുന്നുണ്ട്? ചതിയുണ്ടല്ലേ. എത്രയൊക്കെ ഭരണാധികാരികൾ മാറി മാറി വന്നാലും നമ്മുടെ ലോകത്ത് ചതിയും വഞ്ചനയും ഒന്നും ഇല്ലാത്തൊരു ലോകം നമുക്ക് ഒരിക്കലും കാണാനേ കഴിയത്തില്ല അല്ലേ. ആരൊക്കെ ഭരണം ഏറ്റാലും എന്നും എന്ത് കാണും? ചതിയും വഞ്ചനയും അഹിംസയും എല്ലാം കാണും. അപ്പോൾ എന്താ പറയുന്നത്? ഇതിൻ്റെയൊക്കെ ഇടയിലും എന്നെ എന്ത് ചെയ്യരുത്? ഞാൻ പൊട്ടിയ ചക്രകഷ്ണമായതുകൊണ്ട് എന്നെ എന്ത് ഉപയോഗശൂന്യമെന്ന് കരുതി നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. ഓക്കെ, ഇവിടെ കവി മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ യുഗത്തിലെ ക്രൂരതയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റിയിലൂടെ എന്താ പറയുന്നത്? പടേ अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्ती आवाज़ों को अपने ब्रह्मास्त्रों से कुचल देना चाहे എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്നെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുവേ ബി എന്ന് പറഞ്ഞാൽ സ്വന്തം പക്ഷം, സ്വന്തം സൈഡ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ബഡേ ബഡി മഹാരഥി വലിയ വലിയ ഭരണാധികാരികൾ അല്ലെങ്കിൽ ശക്തികൾ സ്വന്തം സൈഡ് തെറ്റാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അക്കേലി നിഹത്തി ആവാസോക്കോ അപ്നി ബ്രഹ്മാസ്ത്രോസെ കുച്ചൽ ദേനാ ചാഹേ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യരെ, ആയുധങ്ങളില്ലാത്ത സാധാരണപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക? അവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ്. ആരാണ് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്? കുച്ചൽ ദേനാ ചാഹേ. അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെ ചവിട്ടി താഴ്ത്തുക. ആരാണ് ആഗ്രഹിക്കുന്നത്? മഹാരഥി. മഹാരഥി എന്ന് പറഞ്ഞാൽ ഉന്നത വർഗ്ഗക്കാരല്ലെങ്കിൽ വലിയ ഭരണം നടത്തുന്ന വലിയ ആളുകൾ. ഓക്കെ, അപ്പം ഇൻ പങ്ക്തിയൊക്കെ ആശയപ്പർ ചർച്ചാക്കരുത്. നമുക്കിതിൻ്റെ ആശയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പം നമുക്കിതിനെക്കുറിച്ച് എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ബഡേ ബഡേ മഹാരഥി അവർ എന്താ ഇവിടെ പറയുന്നത്? ഈ പങ്ക്തിയ മഹാഭാരത് കി പ്രസംഗ പർ ആധാരിത് ഹേ. ഈ പങ്ക്തി, ഈ വരികളൊക്കെ എവിടെ? മഹാഭാരതത്തിലെ പ്രസംഗത്തിൽ നിന്ന് ഉള്ളതാണല്ലേ. ഇവിടെ എന്താണ് പറയുന്നത്? അഭിമന്യുവിനെ ചക്രവ്യൂഹമേ അക്കേലാഹി പ്രവേശിക്കുക. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? അഭിമന്യു ചക്രവ്യൂഹത്തിൽ ഒറ്റയ്ക്കാണ് അവൻ പ്രവേശിച്ചത്. കൗരവ് സേനയ്ക്ക് മഹാരഥിയോനെ ഉസെ ഘേർക്കർ ഉസ്കെ സബ് ശസ്ത്ര നഷ്ട കർ ഡാലെ. കൗരവസേന അവരെന്ത് ചെയ്തു? അവർ വലിയ ഭയങ്കര ശക്തിശാലികളായ, അവരുടെ ഇഷ്ടം പോലെ ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ഈ ഒറ്റയ്ക്കിരുന്ന അഭിമന്യുവിനെ അവരെന്ത് ചെയ്തു? ഘേർലിയ എന്ന് പറഞ്ഞാൽ ഈ അഭിമന്യുവിനെ ചുറ്റി നിന്നുകൊണ്ട് അവൻ്റെ ശസ്ത്രങ്ങളും അഭിമന്യുവിൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് अभिमन्यु के शत्रु पक्ष के लोग जानते थे कि न्याय अभिमन्यु के पक्ष में है. അഭിമന്യുവിൻ്റെ ശത്രുപക്ഷത്തിന് അറിയാം ന്യായം ശരിക്കും അഭിമന്യുവിൻ്റെ സൈഡിൽ തന്നെയാണ്. എങ്കിലും ഫിർ ഭി വേ ഉസെ കുച്ചൽ ദേനെ കെ ലിയെ മാർ ഡാൽനെ കെ ലിയെ തയ്യാർ ഹോ ഗए. എന്നിട്ടും അവരെന്ത് ചെയ്തു? അഭിമന്യുവിനെ ചവിട്ടി താഴ്ത്താൻ, സത്യം അഭിമന്യുവിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അന്യായം ജയിക്കാൻ അവർ ആഗ്രഹിച്ചു. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ആശയം. सेकेंड എന്താ പറയുന്നത്? पढ़े तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा से सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? തബ് മേ, അങ്ങനത്തെ സമയത്തിൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ്? രഥ ടൂട്ടാ ഹുവ പഹിയ, ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ കഷണമാണ് എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥയിൽ, യാതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത അവസ്ഥ, ഒരു സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയാണ് പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ എന്താണ്? ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ കഷ്ണമാണ്. ഉസ്കെ ഹാത്തോമേ ബ്രഹ്മാസ്ത്രോസെ ലോഹ ലേ സക്താ ഹോ. ഇങ്ങനത്തെ അവസ്ഥയിൽ എനിക്ക് ആ എതിരെ നിൽക്കുന്ന മഹാശക്തി എനിക്ക് തോൽപ്പിക്കാൻ കഴിയും.
ഓക്കെ, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് അതും നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെയും എങ്ങനെ നമുക്കത് താരതമ്യപ്പെടുത്താം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഈ വരികളിൽ ചർച്ച ചെയ്തിട്ടുള്ള പൗരാണിക സന്ദർഭം നിലവിലെ സാഹചര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് പ്രസക്തമാണ്. जब सारा संसार किसी साहसी मनुष्य की आवाज को दबाने का प्रयास करेगा, तब मैं रथ का टूटा पहिया उसके हाथों में रखकर शत्रुओं के ब्रह्मास्त्रों का सामना कर सकता हूँ. എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ഒരു സാഹസിക മനുഷ്യൻ, അതായത് അനീതിക്ക് വേണ്ടി എതിരെ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലേ നമ്മുടെ ലോകത്ത്. അനീതിക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളുടെ ശബ്ദത്തെ ദബാനേക്ക പ്രയാസ് ശബ്ദത്തെ എന്ത് ചെയ്യുക, താഴ്ത്താൻ ശ്രമിക്കുമ്പോഴേ ഞാൻ എന്തായിരിക്കും, ഞാൻ രഥത്തിന്റെ ടൂട്ടാ പഹിയാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഉസ്കെ ഹാത്തോമേ രക്കർ, ഞാൻ ആ സാഹസിക മനുഷ്യന്റെ കയ്യിൽ, ഞാൻ അവന്റെ കയ്യിൽ ഒരു ചക്രത്തിന്റെ കഷ്ണമായിട്ട് ഞാൻ ശത്രുക്കളുടെ ബ്രഹ്മാസ്ത്രത്തെ ഞാൻ എന്ത് ചെയ്യും, സാമ്ന കർ സക്താഹു, ഞാൻ അവരുടെ എതിരെ എനിക്ക് നിൽക്കാൻ കഴിയും. ടൂട്ടാ പയ്യ ഉപേക്ഷിത് മാനവ് ക പ്രതീക് ഹെ. ടൂട്ടാ പഹിയ എന്താണ്? ഉപേക്ഷിതരായ സാധാരണപ്പെട്ട ലഘുമനുഷ്യരുടെ പ്രതീകമാണ്. ആജ്കൽ സമാജ് മേ അസത്യ ഓർ അന്യായ ക ബോൽ ബാലാ ഹെ. ഇപ്പോഴും എപ്പോഴും ആജ്കൽ, ഇന്നും ഇന്നലെയും ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്ന എന്താണ്? അസത്യവും അന്യായവുമാണ് അല്ലേ എങ്ങും. ഇൻ അസത്യ ഓർ അന്യായോं के खिलाफ अगर कोई लड़ेगा तो कोई ലഘു മാനവ് ही उसका सहारा बनेगा. നോക്കിയേ, ഈ അസത്യത്തിനും അന്യായത്തിനുമെതിരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ശബ്ദമുയർത്തുവാനുണ്ടെങ്കിൽ ആ ആളുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആരായിരിക്കും? സാധാരണപ്പെട്ട ലഘുമാനവ് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട മനുഷ്യരായിരിക്കാം. യഹി ഇൻ പങ്ക്തിയോക്ക് പ്രസംഗികത ഹെ. ഇത് തന്നെയാണ് ഈ വരികളിൽ നമ്മളോട് പറയുന്നത്. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് അടുത്ത എന്താ പറയുന്നത്? പടേ ടൂട്ടാ पहिया इतिहासों की सामूहिक गीत गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. നോക്കി ഇവിടെ എന്താ പറയുന്നത്? ഇതിഹാസോ കി സാമൂഹിക് ഗതി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ, നമ്മൾ സാധാരണ രീതിയിൽ ചരിത്രത്തിൽ എന്താണ് കാണപ്പെടുന്നത്? സഹസ ജൂട്ടി പടിജാനെപ്പർ, പെട്ടെന്ന് പ്രയോജനമില്ലാതെയാകുകയാണ് ആര്? സാധാരണപ്പെട്ട മനുഷ്യർ. അതാണ് നമ്മൾ ചരിത്രം, നമ്മൾ പണ്ട് ഇതിഹാസം നമ്മൾ പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, സാധാരണപ്പെട്ട മനുഷ്യരാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? അനുഭവിക്കുന്നത്. സാധാരണപ്പെട്ട മനുഷ്യരാണ് എപ്പോഴും വലിയ ഉന്നതത്തിലിരിക്കുന്ന ആളുകൾ ചവിട്ടി താഴ്ത്തുന്നത്. ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുവേ പഹിയോ കാ ആശ്രയിലെ. പക്ഷേ സത്യം ജയിക്കണമെങ്കിൽ ആർക്കറിയാം? ക്യാ ജാനെ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, ചിലപ്പോൾ സത്യം ജയിക്കണമെങ്കിൽ ടൂട്ടാ പഹിയ കാ ആശ്രയിലെ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഈ മനുഷ്യരുടെ തന്നെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സച്ചായി, അതായത് സത്യം ജയിക്കാൻ കഴിയത്തുള്ളൂ. ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? കവി कहता है कि पहिया यदि टूटा है तो भी उसे मत फेंको. കവി പറയുകയാണ്, ആ ചക്രം പൊട്ടിപ്പോയിരിക്കുകയാണെങ്കിലും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കരുത്. ഇത് സംസാരിക് ദുരൂഹ ചക്രവ്യൂഹം, നമ്മുടെ ലോകം ഒരു ദുരൂഹമായ ഒരു ചക്രവ്യൂഹം ആണ്. ബഡേ ബഡേ മഹാരഥി അസത്യ ഓർ അന്യായക്ക് അക്ഷൗഹിണി സേനാവുക്കോ ഖടാ കരേങ്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉന്നത വർഗ്ഗക്കാര്, അവരുടെ ഭരണാധികാരികളും അവരെ എല്ലാം നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിരന്നവർ നിൽക്കാം. എങ്കിലും ഉൻ മഹാരഥിയൊക്കെ കാരണം ഇതിഹാസ് കി ഗതി സഹസ ഝൂട്ടി പട് ജാത്തി ഹെ തോ സച്ചായിക്കു ടൂട്ടെ പയ്യക്ക സഹാറ ലേന പടേക എന്ന് പറഞ്ഞ എന്താണ്? കള്ളത്തരം, ഈ ഇങ്ങനെയുള്ള ഉന്നത വർഗ്ഗക്കാർ അവരുടെ കള്ളത്തരത്തിലൂടെയൊക്കെ എന്ത് ചെയ്യും? സച്ചായി, നമ്മുടെ സത്യത്തെ അവര് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിലും ടൂട്ടാ പയ്യക്ക സഹാറ ലേന പടേക, നമുക്ക് സത്യം ജയിക്കണമെങ്കിൽ നമുക്ക് ആരുടെ ആവശ്യം വേണ്ടി വരും? ഉന്നത വർഗ്ഗക്കാരുടെ ആവശ്യം നമുക്ക് എടുക്കാൻ പറ്റുമോ? അവരെ ആശ്രയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ സാധാരണപ്പെട്ട ആളുകളെ അവരായിരിക്കും നമ്മുടെ ആശ്രയം. ഇസ്ലിയെ ടൂട്ടാ പയ്യാക്കി ഉപേക്ഷ നഹി കർണാ ചാഹിയെ. അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുകളെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്? കവിത के प्रतीकों को चुनकर खंबे में लिखे वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा यह भी लिखे എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രതീകമായിട്ട് നിൽക്കുന്നത്, ആരുടെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ രണ്ട് കോളം നമുക്ക് ഫില്ല് ചെയ്യണം. നോക്കിയേ, ടൂട്ടാ പഹിയ ആരെയാണ് കാണിക്കുന്നത്? ടൂട്ടാ ഹുവ മാനവ് മൂല്യ അല്ലേ, മനുഷ്യരുടെ പൊട്ടിപ്പോയ മൂല്യങ്ങളെയാണ് അല്ലേ, അല്ലെങ്കിൽ ലഘുമാനവ് സാധാരണ മനുഷ്യരെയാണ് ടൂട്ടാ പഹിയ പ്രതീകമായിട്ട് കാണിക്കുന്നത്. അഭിമന്യു ആരെയാണ് കാണിക്കുന്നത്? അധർമ്മക്ക വിരോധി, അധർമ്മത്തിനെതിരെ നിൽക്കുന്ന ആളുകളെയാണ് അതിന്റെ പ്രതിരൂപമായിട്ടാണ് ആര് നിൽക്കുന്നത്? അഭിമന്യു നിൽക്കുന്നത്. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ കി
സമസ്യ ഹെ, ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്ത് പറയുന്നത്, ചക്രവ്യൂഹമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് മഹാരഥി. മഹാരഥി എന്നിവിടെ പറയുന്ന ആരെയാണ്? ചൂഷണം ചെയ്യുന്ന, സാഹസികം ചെയ്യുന്ന ശോഷക്. ശോഷക് എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം ചെയ്യുന്നവര്, സാഹസിക, അങ്ങനെയുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്, ശോഷൻ. അവരാണ് മഹാരഥി. ബ്രഹ്മാസ്ത്ര. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശക്തിശാലി ഹത്തിയാർ, അതായത് ശക്തിയുള്ള ആയുധങ്ങളെ, അവരെയാണ് എന്ത്, ബ്രഹ്മാസ്ത്ര എന്നിവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ടൂട്ടാ പഹിയ കവിതാ പർ ടിപ്പണിയിലേക്ക്. ടൂട്ടാ പഹിയ ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. टूटा पहिया आधुनिक हिंदी साहित्य के प्रमुख कवि श्री धर्मवीर भारती का कविത है. ഇത് ആരുടെ കവിതയാണ്? ധർമ്മവീർ ഭാരതിയുടെ ഒരു കവിതയാണ്. इसमें कवि ने अर्जुन पुत्र अभिमन्यु की कथा के माध्यम से वर्तमान सामाजिक स्थिति पर പ്രകാശ് डाला है. അർജുൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ ആ കഥയിലൂടെയാണ്, അതിൻ്റെ മാധ്യമത്തിലൂടെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ ഇത് കാണിക്കുന്നത്. കുരുക്ഷേത്ര युद्ध के 13वें दिन महारथियों के रचे चक्रव्यूह में अभिमन्यു फंस गया था. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു എന്ത് ചെയ്തു? അവിടെ ഒറ്റപ്പെട്ടു പോയി. മഹാരഥിയോനെ ഉസെ നിരായുധ് കർ ദിയാ था. മഹാരഥി എന്ന് പറഞ്ഞാൽ അവര് ആ ശക്തിശാലികൾ എന്ത് ചെയ്തു? ഇവന്റെ കയ്യിലെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തു. തബ് ഉസ്നെ ടൂട്ടാ ചക്ര ലേക്കർ അക്കേല മഹാരഥിയോ കാ സാമന കിയാ था. അന്ന് അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു? ആ പൊട്ടിയ ചക്രത്തിന്റെ സഹായത്തോടെ അവരെ എതിർത്ത് നിന്നു. लेकिन व्यूह से बाहर निकलने का उपाय न जाने से अभिमन्यु वही अधर्म से मारा गया. എങ്കിലും എതിർത്ത് നിന്നു നമ്മുടെ അഭിമന്യു. പക്ഷെ എന്നിട്ടും എന്ത് പറ്റി? അധർമ്മികൾ അവനെ കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. യഹ കവി അപ്നെ കോ മാനവ മൂല്യ കാ പ്രതീക് ടൂട്ടാ പഹിയ മാൻതാ ഹെ. ഇവിടെ കവി പറയുന്നത് ഈ പൊട്ടിയ ചക്രം പോലെയാണ് മനുഷ്യന്റെ മൂല്യവും. അഭിമന്യു സാധാരണ ജന്തുക്ക പ്രതീക്. അഭിമന്യു സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രതീകമാണ്. അസത്യത്തിനും അന്യായത്തിനും എതിരെ നിൽക്കുന്ന ആ ശബ്ദമുയർത്തുന്ന ആളുകളുടെ പ്രതീകമാണ് അഭിമന്യു. ആജ് കാ സമാജ് ശോഷകോ കാ ഹെ. ഇന്നത്തെ നമ്മൾ കാണുന്ന ഈ സമൂഹം ആരുടെയാണ്? ഇതേപോലെ ഉന്നത വർഗ്ഗക്കാരുടെ, അതായത് അസത്യം, അന്യായം ചെയ്യുന്ന ഭരണാധികാരികളുടെയാണ് ഇന്നത്തെ സമൂഹം. സാധാരണ ജനതാ കാ ശോഷൺ കർത്തേ ഹെ. സാധാരണപ്പെട്ട ആളുകളെ അവരെന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യുകയാണ്. ഹമാരെ സമാജ് മേ അബ് മാനവ മൂല്യ കാ കോയി സ്ഥാൻ നഹി ഹെ. നമ്മുടെ ഈ സമൂഹത്തിന് എന്താ? നമ്മുടെ സമൂഹത്തിന് ഇപ്പം മനുഷ്യരുടെ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാറില്ല. ഒരു ടൂട്ടെ പയ്യക്ക സമാൻ ഹെ. നമ്മളുടെ അവസ്ഥ, സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ ഒരു പൊട്ടിയ ചക്രകഷ്ണം പോലെയാണ്. ऐसी परिस्थितियों में कवि का विश्वास है कि टूटा पहिया अत्याचार और शोषण के चक्रव्यूह में फंसे साधारण जनता रूपी അഭിമന്യു की रक्षा कर सके. ഇങ്ങനത്തെ അവസ്ഥയിൽ പറയുന്നത് ടൂട്ടാ പഹിയായ സാധാരണ മനുഷ്യൻ ഏത് ശബ്ദമുയർത്തുന്ന അഭിമന്യുവിനെ പോലെ ശബ്ദമുയർത്തുന്ന ആളുകളെ സഹായിക്കുന്ന ആരാണ്? സാധാരണപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഇസ്ലിയെ ടൂട്ടാ പഹിയ സംജാക്കർ മേരി ഉപേക്ഷ നഹി കർണ ചെയ്യ. അതുകൊണ്ട് ടൂട്ടാ പഹിയാണെന്ന് കണ്ട് എന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ടിപ്പണി നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് നോക്കാം? आज के सामाजिक परिवेश में अभिमन्यु और टूटा पहिയ किन किन के प्रतीक है. അഭിമന്യു, ടൂട്ടാ പഹിയ ഇന്നത്തെ നമ്മൾ കാണുന്ന സമൂഹത്തിൽ ആരുടെയൊക്കെ പ്രതീകങ്ങളാണ്? അഭിമന്യു, അതേപോലെ ടൂട്ടാ പഹിയ. അഭിമന്യു എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ പ്രതീകങ്ങളാണ്? സാധാരണ ജനത, അതായത് സാധാരണ ജനങ്ങളുടെ. സാഹസി എന്ന് പറഞ്ഞാൽ സാഹസം ചെയ്യാൻ കഴിയുന്ന ആളുകൾ. അതേപോലെ വീരന്മാരുടെ. ന്യായത്തിന്റെ മിത്രനായ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രതീകമാണ് അഭിമന്യു. അതേപോലെ ടൂട്ടാ പഹിയ ആരുടെയൊക്കെ പ്രതീകമാണ്? മാനുഷിക് മൂല്യം, മനുഷ്യരുടെ മൂല്യം. ഉപേക്ഷിത് ലഘുമാന, ഉപേക്ഷിതരായ സാധാരണപ്പെട്ട ലഘുവായിട്ടുള്ള മനുഷ്യര്. അതേപോലെ ശക്തിയുടെ പ്രതീകമാണ് ടൂട്ടാ പഹിയ. സഹായത്തിന്റെ പ്രതീകമാണ് ടൂട്ടാ പഹിയ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടൂട്ടാ പഹിയ എന്ന ഈ പോയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചെയ്യണം. അത് ഉടനെ തന്നെ ഞാനത് നോക്കി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കീപ് വാച്ചിങ്. താങ്ക് യു.